friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് Redmi Note 10 സീരീസിലെ വേറൊരു സ്മാർട്ട് ഫോണാണ്. നമ്മൾ ഓൾറെഡി Redmi Note 10 Pro Max അൺബോക്സിംഗ് ചെയ്തിരുന്നു ഈ ചാനലിൽ. വളരെ മികച്ച ഹാർഡ്വെയർ ഓഫർ ചെയ്യുന്ന ഫോണാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻ്റായ Redmi Note 10 ആണ്. അപ്പോൾ Redmi Note 10ൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഹാർഡ്വെയർ എന്തൊക്കെയാണ്, ഇതിലെന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത്, അതേപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് എല്ലാം തന്നെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്വിക്കായി സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD AMOLED ഡിസ്പ്ലേ, 60 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. 48 മെഗാപിക്സൽ ക്വാഡ് ക്യാമറയാണ്. സോണി IMX582 സെൻസറാണ് വരുന്നത്. അതേപോലെ തന്നെ 5000 mAh കപ്പാസിറ്റി ബാറ്ററി, 33 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ആണ് വരുന്നത്. ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 678 ഒക്ടോകോർ പ്രോസസ്സറാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റിംഗ് ആസ്പെക്ട്. 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 13 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും 11,999. പ്രോബ്ലി ഇതാണ് സ്പെക് വൈസ് നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും മികച്ച സ്മാർട്ട് ഫോണാണ്. 12,000 രൂപയ്ക്ക് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പക്ഷേ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് Redmi Note 10ൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് Redmi Note 10 നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഫുൾ HD+ AMOLED ഡോട്ട് ഡിസ്പ്ലേ, 48 മെഗാപിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ AI സെൽഫി ക്യാമറ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, IR റിമോട്ട്, 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ്, ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 678 പ്രോസസ്സർ, ഹൈ റെസൊല്യൂഷൻ ഓഡിയോ സർട്ടിഫിക്കേഷൻ, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, കോർണിംഗ് ഗോറില്ല ഗ്ലാസ്, അതേപോലെ തന്നെ 48 മെഗാപിക്സൽ AI ക്വാഡ് ക്യാമറ. നമ്മുടെ കയ്യിലുള്ളത് ഫ്രോസ്റ്റ് വൈറ്റ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ടാണ് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 11,999, അതായത് 12,000 രൂപയാണ്. വളരെ അഫോർഡബിൾ പ്രൈസ് സെഗ്മെൻ്റ് ആണ് ഇത്തവണ വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ മുകളിൽ തന്നെ നമുക്ക് കാണുന്നത് Redmi Note 10 ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം. അതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ ബാക്കി എന്തൊക്കെയാണ് വരുന്നത് കൂടി നോക്കാം. ബോക്സിനകത്ത് എന്താ വരുന്നത് നമുക്ക് നോക്കാം. ബോക്സിനകത്ത് നമുക്ക് ഈ കേസിനകത്ത് വരുന്നത് ഇതിനകത്ത് വരുന്നത് നമുക്കൊരു കേസാണ്. ഒരു കേസും ഒരു സിം എജക്റ്റ് പിന്നും കാണാം. കേസ് ആദ്യം നമുക്ക് കേസ് ഒന്ന് നോക്കാം, ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് നോക്കാം. നമ്മൾ സാധാരണ TPU കേസാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു TPU കേസാണ്. പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഉണ്ട്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട്. ഇനി സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. 0.863 ഹെഡ് സാറും 0.585 ഹെഡ് സാറുമാണ് വരുന്നത്. ബോഡി സാറാണ് വരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ സാർ വാല്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി ഇതിനകത്ത് വരുന്നത് ഒരു 33 വാട്ട് അഡാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡായി കിട്ടുന്ന 33 വാട്ട് അഡാപ്റ്ററാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലേ 33 വാട്ട്, 11 വോൾട്ട് 3 ആംപിയർ, 33 വാട്ട് ചാർജിങ് ആണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു നമുക്ക് USB Type-C കേബിളാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരും. നമുക്ക് ക്വിക്കായിട്ട് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ Note 10 ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ കയ്യിൽ വൈറ്റ് വേരിയൻ്റ് ആണ്. 48 മെഗാപിക്സൽ ക്യാമറയാണ് ഇവിടെ വരുന്നത്. ബാക്കി എല്ലാ ക്യാമറ സെറ്റപ്പും സിമിലർ ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫ്രോസ്റ്റഡ് ഫിനിഷാണ്. ഇത് ആക്ച്വലി ഗ്ലാസ് അല്ല കേട്ടോ. നമ്മൾ ബാക്കി രണ്ട് ഫോൺമാരി ഇത് ആക്ച്വലി ഗ്ലാസ് അല്ല. ഇതൊരു നല്ലൊരു ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഗ്ലാസ് അല്ല. Redmi Note 10 Proയിലും Pro Maxലും മാത്രമേ ഗ്ലാസ് ഉള്ളൂ. ഇവിടെ നമുക്കൊരു പ്ലാസ്റ്റിക് ആണ്, എങ്കിലും നല്ലൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്, ഗ്ലാസ് പോലെയുള്ള. പിന്നെ ഫിംഗർ പ്രിൻറ്റും വോളിയം കീസുമാണ് വരുന്നത്. പിന്നെ ഈ സൈഡിൽ സിം ട്രേ ആണ്. സിം ട്രേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഉണ്ട്. പിന്നെ താഴെ 3.5 mm ഓഡിയോ ജാക്ക്, Type-C പോർട്ട്, സ്പീക്കറും മേൽഭാഗത്തും സ്പീക്കറും IR ബ്ലാസ്റ്ററുമാണ് കാണുന്നത്. അപ്പോൾ വളരെ നല്ല ഫിനിഷാണ്. ഇൻഫാക്റ്റ് പ്ലാസ്റ്റിക് ആണെങ്കിലും വളരെ ലൈറ്റ് വെയ്റ്റും കോമ്പാക്ട് ഡിവൈസാണെന്ന് പറയാം. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ്. കണ്ടില്ലേ, വളരെ നല്ല വൈബ്രൻറ്റ് കളേഴ്സാണ് വരുന്നത്. കണ്ടില്ലേ. പിന്നെ ഇതിൽ 60 Hz റിഫ്രഷ് റേറ്റ് ആണ്. സ്റ്റാൻഡേർഡ് 60 Hz ആണ്, എങ്കിലും നല്ല ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എബൌട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ MIUI വേർഷൻ 12.0.1, പിന്നെ Android 11 ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 678 ഒക്ടോകോർ പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ വളരെ നല്ലൊരു ഹാർഡ്വെയർ ആണ്. പ്രത്യേകിച്ച് AMOLED ഡിസ്പ്ലേ നല്ല ബ്രൈറ്റ് ആൻഡ് ക്രിസ്പ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ നല്ലൊരു സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. കളേഴ്സ് ആണെങ്കിൽ വളരെ വൈബ്രൻറ്റുമാണ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ 13 മെഗാപിക്സൽ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയും അതേപോലെ തന്നെ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. ഇനി ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ ക്യാമറ എല്ലാ ആസ്പെക്റ്റും കാണാം. പോർട്രേറ്റ് മോഡ്, വീഡിയോ റെക്കോർഡിംഗ്, പ്രോ മോഡ്, അതേപോലെ തന്നെ മോഡ് പോയി കഴിഞ്ഞാൽ 48 മെഗാപിക്സൽ മോഡ്, സ്ലോ മോഷൻ, ഷോർട്ട് വീഡിയോ, AI വാട്ടർമാർക്ക്, നൈറ്റ് മോഡ്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാം നമുക്ക് ഇവിടെ. പക്ഷേ പ്രോയിൽ വരുന്ന ഫീച്ചേഴ്സൊന്നുമില്ല. ക്ലോൺ മോഡ് അങ്ങനത്തെ ഫീച്ചേഴ്സൊന്നും ഇതിനകത്തില്ല. പക്ഷേ എങ്കിലും ബേസിക്കായ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ പ്രോ മോഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. വീഡിയോ റെക്കോർഡിങ്ങിൽ
നമ്മൾ പോവുകയാണെങ്കിൽ 1080p 4K 30fps 1080p 60fps സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അതിലും നല്ല ഒരു വെൽ എക്യുപ്ഡ് ആണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇനി കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് റെഡ്മി നോട്ട് 10 എടുത്ത ക്യാമറ സാമ്പിൾസ്. വിശദമായ ക്യാമറ നമ്മൾ പിന്നീട് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നതാണ്. ഇനി ഇതിനകത്ത് വരുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. 33 watt ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 33 watt ചാർജിങ് വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യും. അറൗണ്ട് 70 to 74 മിനിറ്റ്സ് എടുക്കാൻ ചാൻസ് ഉള്ളൂ. എന്നാലും നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ പറയാം എത്രത്തോളം എടുക്കും. എങ്കിലും വളരെ നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 5000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഒരു 1.5 ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു റെഡ്മി നോട്ട് 10ൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.